മരണത്തിന്റെ രുചി അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. ആണാകട്ടെ പെണ്ണാവട്ടെ, കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ, പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. അനശ്വരമായ ശാശ്വതമായ പാരത്രികമായ ജീവിതത്തിനാണ് മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ പാരത്രിക ലോകത്തിൽ മനുഷ്യനെ നരകത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കപ്പെടുകയും നരകമോചനം നൽകപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ മാത്രമാണ് വിജയിച്ചിരിക്കുക. ഈ ദുനിയാവിന്റെ ജീവിതം നശ്വരമാണ്, ഈ ദുനിയാവിന്റെ ജീവിതം താൽക്കാലികമാണ്, ഇതിന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ജീവിതമാണ്. അതുകൊണ്ട് മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ പടച്ചതമ്പുരാൻ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നാമാണ് മരണത്തെ നിശ്ചയിച്ചത്. നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നമ്മളെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. പ്രപഞ്ചനാഥനെ അമ്പെയ്ത് സംഹരിച്ച് കളയാമെന്ന് കരുതി മേൽപോട്ട് പുറത്തുയർന്ന് അമ്പെയ്ത നമ്രൂദിനെവിടെയാ? ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തിഹ ഫലാ തുബ്സിറൂൻ. വിശാല വിസ്തൃതമായ ഈജിപ്തിന്റെ അധികാരമേരിക്കല്ലയോ, എന്റെ അരമനയുടെ താഴ്ഭാഗത്തു കൂടിയല്ലേ നദി ഒഴുകുന്നതെന്ന് പറഞ്ഞ ശപിക്കപ്പെട്ട ഫിർഔൻ എന്നെവിടെയാ? മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുകയാ, പ്രപഞ്ചനാഥനായ പരിപാലകനായ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ബിംബങ്ങളെ നീ ആരാധിക്കാൻ പാടില്ല, നാട്ടിൽ അക്രമം ഉണ്ടാക്കാൻ പാടില്ല, അനീതി ഉണ്ടാക്കാൻ പാടില്ല, അരാജകത്വം കൈവരിക്കാൻ പാടില്ല. ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുമ്പോൾ ഫിർഔൻ ചോദിക്കുകയാ, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, നീയും നിന്റെ സഹോദരനായ ഹാറൂനും ഒരു റബ്ബിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഒരു അല്ലാഹനെ പറ്റി പറയുന്നുണ്ടല്ലോ. അല്ലാഹു ആരാ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, അല്ലദീ യുനസ്സിലുൽ ഗൈസ, അവൻ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ. എന്റെ റബ്ബ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ. ഫിർഔൻ പറയുകയാ, നിന്റെ റബ്ബ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ ആ വെള്ളം വീഴാൻ ഭൂമി വേണ്ടേ? ആ ഭൂമിയുടെ അധികാരി ഞാനാ, ഈ ഭൂമിയുടെ അധിപതി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായ ഫിർഔൻ എന്നവിടെയാ ഭൂമിയിൽ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗം പണിത ശദ്ദാദിന്നവിടെയാ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നല്ലോ ശദ്ദാദ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം ജനങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗം തരുന്നതാ. ഈ സമയം ശദ്ദാദ് എന്താ പറയുന്നത്? സ്വാലിഹ് പറയുന്നത് പരലോകത്ത് സ്വർഗം തരാമെന്നല്ലേ, എന്നാൽ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ സ്വർഗം തരാം. എന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ് സ്വർഗം പണിയുകയല്ലേ ശദ്ദാദ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി 10,000 പരിവാരങ്ങളോടൊപ്പം കടന്നു വരികയാണ്. അവൻ പണിത സ്വർഗത്തിലേക്ക് വലത് കാലെടുത്തു വെച്ചു. ഇടത് കാല് വെക്കാൻ പോകുമ്പോഴല്ലേ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവന്റെ റൂഹ് പിടിച്ചുകൊണ്ടുപോയത്. ഏത് കൊലകമ്പന്മാരും ഈ ലോകത്തേക്ക് മരണപ്പെടുന്നതാ, എല്ലാവരും മരണത്തിന്റെ രുചി അനുഭവിച്ചറിയുന്നതാ. മരിച്ചിടും ജനിച്ചമർത്തരൊക്കെയും വിതർക്കമിന്നൊരുത്തരം പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലോ മരിച്ചതിന്റെ ബിംബമറ്റരന്തമറ്റ ജീവിതം വരിച്ചിടേണ്ടതാണോ മറുത്തുള്ള മേധയോർക്കീ പടുക്കളം പേരെടുത്ത പൂർവിക പ്രമാണികൾ ഒടുക്കമെന്ത് സംഭവിച്ചു കേട്ടു കേൾവില്ലയോ.
സമസ്തനായ സീസറും പ്രശസ്തനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്രവർത്തിനെങ്കിൽ നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലയോ കുല്ലു നഫ്സിൻ